ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ. വൈറലായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ജാമോൻ ഡെസേർട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു 4 മീഡിയം സൈസ് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പാൽ കൂടി വേണം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ക്യാരറ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിനാക്കിയിട്ട് എടുക്കണം. എന്നാലേ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ആക്കിയിട്ടെടുക്കാം. നമ്മൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. എല്ലാം നമ്മൾ ബോൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ക്യാരറ്റ് ബോൾസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. കാൽ കപ്പ് പഞ്ചസാരയും 3 ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയൊക്കെ എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ക്യാരറ്റ് ബോൾസൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ജാമുൻ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് അധിക സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യെല്ലോ കളറായിട്ട് കിട്ടും. അതുപോലെ നന്നായിട്ട് തിക്കായിട്ടും കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഓക്കെ, ബൈ.